Hi dear students, I am Irfan Habib sir once again before you with a new subject. I think you are fine and happy with your online classes and activities. Today we have to discuss diary entry. What is the definition? What is meant by diary entry? A diary is a recording of one's thoughts and feelings about an incident or a day's events. ഡയറി എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും ഒരു സംഭവത്തെ പറ്റിയുള്ള നമ്മുടെ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് രേഖപ്പെടുത്തി വെക്കുന്നതിനാണ്. അല്ലെങ്കിൽ ഒരു ഡേയ്സ് ഇവൻറ്റ്സ്, ഒരു ദിവസം നാം സാക്ഷിയായ സംഭവങ്ങളുടെ റെക്കോർഡിംഗ് ആണ്, അതല്ലെങ്കിൽ അത് കുറിച്ചു വെക്കുന്നതിനാണ് ഡയറി എന്ന് പറയുന്നത്. Someone expands diary as Dear I always remember you. ചിലരെല്ലാം ഡയറിക്ക് ഫുൾ ഫോം പറയാറുണ്ട്. Dear I always remember you എന്ന് പലരും പറയാറുണ്ട്. ഓമനെ, ഞാൻ നിന്നെ എപ്പോഴും ഓർക്കുന്നു. ഡയറി എഴുതുമ്പോൾ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് ഇത് ഡയറി ആവാതിരിക്കാൻ സൂക്ഷിക്കണം. ഡയറി എൻട്രിയുടെ സ്പെല്ലിംഗ് DIARY എന്നതാണ്. എന്നാൽ ചിലരത് എഴുതുമ്പോൾ അറിയാതെ ഡയറി എന്നായി പോവാറുണ്ട്. ഡയറി തെറ്റാണ്, DAI തെറ്റാണ്, DIA ആണ് ശരി. ഡയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സിനാണ്, ഉൽപ്പന്നങ്ങൾക്കാണ് ഡയറി എന്ന് പറയാറുള്ളത്. ഡയറി വൈറ്റ്നർ എന്നൊക്കെ നാം പറയാറുണ്ട്. ദെൻ എന്തെല്ലാമാണ് ഒരു ഡയറി എൻട്രിക്ക് വേണ്ടി നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്? നോട്ടബിൾ പോയിൻറ്റ്സ്, ഡയറി എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റുകളാണ് താഴെ വിശദീകരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡേറ്റ്, ഡേ ആൻഡ് ടൈം ഷുഡ് ബി എൻറ്റേർഡ് അറ്റ് ദി ടോപ്പ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പേജ്. ഡയറി എഴുതി തുടങ്ങേണ്ടത് നാം എഴുതുന്ന പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ഡേറ്റും ഡേയും ടൈമും എഴുതണം. ഒരു ദിവസത്തെ ഇവൻസിനെ കുറിച്ച് നാം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നാം രാത്രിയാണ് എഴുതുക. അപ്പോൾ ആ ഡേറ്റും ഡേയും ടൈമും എല്ലാം ഡയറിയുടെ മുകളിൽ ലെഫ്റ്റ് ഭാഗത്ത് കൊടുക്കണം. ആദ്യമായിട്ട് അതാണ് വേണ്ടത്. ദെൻ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് സെൻറ്റൻസ് ഷുഡ് ബി എ സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ്. ഡയറി എൻട്രിയുടെ ആദ്യത്തെ സെൻറ്റൻസ് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കണം. നമുക്ക് സ്ട്രോങ് ഇംപ്രഷൻ നൽകുന്ന, പെട്ടെന്ന് ഒരാളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള സെൻറ്റൻസ് ആയിരിക്കണം ആദ്യത്തെ സെൻറ്റൻസ്. ബെറ്റർ ബിഗിൻ വിത്ത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ലൈക്ക് ഓ വാട്ട് എ വണ്ടർഫുൾ ഡേ ടു വാസ്. ഏറ്റവും നല്ലത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് വെച്ച് തുടങ്ങുകയാണ്. ഫോർ എക്സാമ്പിൾ, ഓ വാട്ട് എ വണ്ടർഫുൾ ഡേ ടു വാസ്. ഇന്ന് എന്തൊരു സന്തോഷകരമായ ദിനമായിരുന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ പെട്ടെന്ന് ആകർഷിക്കുന്ന സെൻറ്റൻസുകളാവണം ആദ്യത്തെ സെൻറ്റൻസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, നരേഷൻ ഷുഡ് ബി ഇൻ ഫസ്റ്റ് പേഴ്സൺ. ഡയറി എൻട്രി എന്ന് പറയുന്നത് സ്വന്തം അനുഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അപ്പോൾ നാം എഴുതേണ്ടത് ഫസ്റ്റ് പേഴ്സണിലാണ്. സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ഡയറിയിൽ ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. നാം പറഞ്ഞു ഡയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെക്കോർഡിംഗ് ഓഫ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. നമ്മുടെ ഫീലിങ്ങുകളും തോട്ടുകളും എല്ലാം
റെക്കോർഡ് ചെയ്യുന്നതാണ്, രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീലിങ്സും തോട്ട്സും എല്ലാം ഡയറിയിൽ ഉണ്ടായിരിക്കണം. എ കംപ്ലീറ്റ് സെൻറ്റൻസ് ഈസ് നോട്ട് ഓൾവേസ് നെസസറി ഇഫ് ഇറ്റ് ഈസ് ടു ബ്രിങ് ഔട്ട് ദി റിയൽ ഇമോഷൻ ഓഫ് ദി സ്പീക്കർ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സന്ദർഭങ്ങളിലെല്ലാം പാരഗ്രാഫ് റൈറ്റിംഗ്, റൈറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നാം ആവശ്യപ്പെടുന്ന കംപ്ലീറ്റ് സെൻറ്റൻസുകൾ ഡയറി എൻട്രിയിൽ ആവശ്യമില്ല. ഇൻകംപ്ലീറ്റ് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ സെൻറ്റൻസ് ഫ്രാഗ്മെൻറ്റ്സ്, സെൻറ്റൻസിൻ്റെ ഓരോ കഷ്ണങ്ങൾ, ഇൻകംപ്ലീറ്റായ സെൻറ്റൻസുകൾ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ തോട്ട്സുകളെ അറിയിക്കാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളെല്ലാം ഡയറി റൈറ്റിങ്ങിൽ നാം ഉൾപ്പെടുത്തണം. ദെൻ യൂസ് സിമ്പിൾ ആൻഡ് ഇൻഫോർമൽ ലാംഗ്വേജ് ബട്ട് നോട്ട് സ്ലാങ്. സിമ്പിളായിട്ടില്ല, ഇൻഫോർമൽ ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ സ്ലാങ് ആവരുത്. സ്ലാങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തൊഴിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം സംസാരിക്കുന്ന വേർഡുകൾ, അങ്ങനെയുള്ള വേർഡുകൾ അല്ലാതെയുള്ള ഇൻഫോർമൽ ലാംഗ്വേജും അതുപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജും എല്ലാം ഉപയോഗിക്കുന്നതാണ് ഡയറിക്ക് ഏറ്റവും നല്ലത്. ദെൻ ആൻ അട്രാക്റ്റീവ് എൻഡിങ് ഈസ് നീഡഡ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ്, നല്ലൊരു തുടക്കമാണ്, അതുപോലെ തന്നെ നല്ലൊരു എൻഡിങ്ങും ഒരു ഡയറി എൻട്രിക്ക് ആവശ്യമാണ്. ദെൻ നാം ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഉള്ള ഒരു മോഡൽ ഡയറി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് എ ക്വസ്റ്റ്യൻ. സപ്പോസ് ആഫ്റ്റർ COVID-19 your school was reopened and you had a day full of happiness and enjoyment. COVID-19 എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ റീഓപ്പൺ ചെയ്തു. ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് ലോൺലിനെസ് യു കുഡ് റീജോയിൻ യുവർ ഫ്രണ്ട്സ്. അല്ലേ, ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സുഹൃത്തുക്കളുമായെല്ലാം നമുക്ക് റീജോയിൻ ചെയ്യാൻ സാധിച്ചു. ഇമാജിൻ ദാറ്റ് യു റോട്ട് എ ഡയറി അറ്റ് ദ നൈറ്റ്. അന്ന് രാത്രി വീട്ടിൽ പോയിട്ട് നിങ്ങളൊരു ഡയറി എഴുതി. ഹൗ ടു ബി ദ ഡയറി എൻട്രി? ആ ഡയറി എൻട്രി എങ്ങനെയുണ്ടാവും എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിന് ഒരു മോഡൽ ഡയറി നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. 9 July 2020, Thursday, 10th PM. What a wonderful day it was. I could meet my friends after a long period of 3 months. I was eager to meet my friends. I was very glad to see my teachers also. We spent time in the class discussing our vacation activities. We got our textbooks. What an excited moment it was. Everyone shared a lot of experiences and the class was full of guffaws and noises. As it was the first day, the school was free afternoon and we parted wishing a good tomorrow each other. This day, God showered His mercy of reopening school upon us. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഡേറ്റ്, ഡേ ആൻഡ് ടൈം ഷുഡ് ബി എൻറ്റേർഡ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പേജ്. ആ പേജിൻ്റെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് ഭാഗത്ത് ഡേറ്റും ഡേയും രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഇവിടെ 9 July 2020, Thursday, 10th PM. Then a striking opening. What a wonderful day it was. അല്ലേ, ഒരു സ്ട്രൈക്കിംഗ് ആയ പെട്ടെന്ന് നമ്മൾ ഇംപ്രസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ്. ദെൻ ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കണം. ഐ കുഡ് മീറ്റ് മൈ ഫ്രണ്ട്സ് ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് 3 months. ഐ കുഡ് മീറ്റ് എന്നാണ് ഉപയോഗിച്ചത്. ഫസ്റ്റ് പേഴ്സണിലാണ് എല്ലാ സംസാരവും. ഐ വാസ് ഈഗർ ടു മീറ്റ് മൈ ഫ്രണ്ട്സ്. ഐ വാസ് വെരി ഗ്ലാഡ് ടു സീ മൈ ടീച്ചേഴ്സ് ഓൾസോ. അങ്ങനെയുള്ള ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കണം. ഇതാണ് ഒരു മോഡൽ ഡയറി. ദെൻ another example. This example is related to a chapter of 10th class. Question. Martha felt very sad when she overheard the argument between Mr. Schmidt and Mr. Boone in the story The Scholarship Jacket. What may be the diary entry of Martha? To December
2016, Saturday, 10 p.m. Oh, what a bad day it was! My dreams have come to an end. My expectations are all gone to air. It was by coincidence that I went to the classroom to take my shots for the PE. On reaching there, I overheard two people talking. Mr. Schmidt and Mr. Boone were talking about me. Mr. Schmidt was talking in favor of me. Mr. Boone was for John. He said that John's father was a member of the board. Oh, how could he reason like that? He should not have thought like that. This is a scholarship jacket that one gets for maintaining highest grades for 8 years. I am thankful to Mr. Schmidt for supporting me. May God find a way. Another example. Question. And amongst the wood were the 3 baby squirrels, all of them white. The boy couldn't stop wondering about the white squirrels. If he scribbled down this unforgettable sight in his diary, how would it be? The ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. 10th April 2019, Tuesday, 11 p.m. What a wonderful sight! My grey squirrel has got white babies. I've never seen or heard of white squirrels before. Even Grandpa doesn't know about white squirrels. Grandpa is really a nice person. He loves trees, birds, animals, and everything in nature. I know he loves me too very much. Actually, he might have bought the white rat for me. She said the rats and squirrels were related to each other. It is right, as Grandpa said, the father of the white baby squirrels is my white rat. How many varieties of creatures are there in nature? We should do everything to protect the nature and its creatures. I am proud of my grey squirrel, white rat, and white baby squirrels. I will bring all my school friends here to show them these wonderful sights. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് മോഡൽ ഡയറീസ്. ഇനി നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാം. ഈ നോട്ടബിൾ പോയിൻറ്റ്സ്, പ്രധാനപ്പെട്ട പോയിൻറ്റുകളെല്ലാം ഇവിടെ പറഞ്ഞു. ഒരു ഡയറി എഴുതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചു. ആ പോയിൻറ്റുകളെല്ലാം മനസ്സിലാക്കി മോഡൽ ഡയറികൾ 3 കൊടുത്തിട്ടുണ്ട്. അവയും പരിശോധിച്ച് ഇവിടെ തന്നത് പ്രകാരം, ചോദിച്ചത് പ്രകാരം ഒരു ഡയറി നിങ്ങൾ സ്വയം തയ്യാറാക്കി എനിക്ക് സെൻഡ് ചെയ്ത് തരണം. സപ്പോസ് യു ഗോട്ട് എ ചാൻസ് ടു വിസിറ്റ് ചെന്നൈ. നിങ്ങൾക്ക് ചെന്നൈ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായി. And you were locked there for 2 months as curfew was declared unexpectedly due to COVID-19 epidemic. പക്ഷേ നീ ചെന്നൈയിലെത്തിയതിന് ശേഷമാണ് പ്രതീക്ഷിതമായി COVID-19 കാരണമായി കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടത്. ആൻഡ് യു were locked there for 2 months. അങ്ങനെ നിങ്ങൾ അവിടെ 2 മാസത്തോളം ലോക്ക് ചെയ്യപ്പെട്ടു. യു റീച്ച്ഡ് ദ ഹോം ഓൺലി ആഫ്റ്റർ 2 months. 2 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് നിനക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞത്. ആഫ്റ്റർ റീച്ചിങ് ദ ഹോം യു റോട്ട് എ ഡയറി. വീട്ടിലെത്തിയതിന് ശേഷം നീ ഒരു ഡയറി എഴുതി. ഹൗ വുഡ് ബി ദ ലൈക്ലി ഡയറി എൻട്രി? ആ ഡയറി എൻട്രി എങ്ങനെയുണ്ടായിരിക്കും? ആ ഡയറിയാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ആ ഡയറി മനോഹരമായി തയ്യാറാക്കി എനിക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, പ്ലീസ് കോൺടാക്റ്റ് മീ. Meet again. Thank you.